ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴയ സെറ്റ് മുണ്ടിലാണ് കേട്ടോ. പെയിൻറ്റ് വർക്കാണ് നമ്മൾ ചെയ്യണത്. വെണ്ടക്കായ ഉപയോഗിച്ചാണ്. കണ്ടോ, വെണ്ടക്കായ നമ്മൾ അതിൻ്റെ ചെത്തി അതിൻ്റെ കുരുക്കെ കളഞ്ഞ് എടുക്കുക. അപ്പോൾ പലരും ഈ വീഡിയോ ചെയ്യണം കണ്ടിട്ടുണ്ട്, വെണ്ടക്കായ കൊണ്ട് പെയിൻറ്റ് ചെയ്യണത്. നമുക്കൊരു സെറ്റ് മുണ്ടിൽ ചെയ്ത് നോക്കാട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ പഴയൊരു സെറ്റ് മുണ്ട് എടുക്കുക. അതിൻ്റെ കരയിലും അരിഭാഗത്തായിട്ടാണ് ചെയ്യണത്. ഞാൻ രണ്ട് ലെയറായിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാം. ഇതാദ്യം ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് എടുക്കാത്ത പെയിൻറ്റ് എടുത്ത ശേഷം വെണ്ടക്ക ഇതിൽ മുക്കിയ ശേഷം കണ്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്യണ ഭാഗം അടയാളപ്പെടുത്തിയ ശേഷം അവിടെ പ്രസ് ചെയ്യുക. കണ്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റേ റിങ്ങിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഈ പെയിൻറ്റ് അടിയിൽ പിടിക്കാൻ നല്ല ഇതുണ്ട്. കട്ടിയുള്ളൊരു പേപ്പറിൽ ഇട്ട് കൊടുത്താൽ പെയിൻറ്റ് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കട്ടിയുള്ളൊരു പേപ്പറിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പേപ്പറിൽ ഇട്ട് കൊടുത്താൽ അത് പേപ്പറായിട്ട് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. കണ്ട, അപ്പം ഞാൻ ചെയ്ത് കൊടുത്തത് കണ്ടോ. അതിനുശേഷം നമ്മൾ റെഡ് പെയിൻറ്റ് ഇടയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. തുണികളിലായാൽ ഇത് പോവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് തെറ്റി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പം തന്നെ അത് കഴുകിയ അത് പോകും. അതൊരു 2 ദിവസം വേണ്ട, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പരമാവധി മറ്റ് തുണി ഭാഗങ്ങളൊന്നും ആവാതെ ശ്രദ്ധിക്കണം. റെഡ് പെയിൻറ്റും കൂടി നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. ഉടുത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് അറിയാൻ പറ്റുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഒരു പെയിൻറ്റിങ് ക്ലാസ്സായിട്ട് കാണുമ്പോഴേക്കും